ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസിയേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ എന്നുള്ള ചാപ്റ്ററിലെ റിസൾട്ടുകളും ഡെഫിനിഷനുമാണ്. ഡെഫിനിഷൻ: ലെറ്റ് എഫ് ബി എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ a, b and p equal to set x0, x1, etc. xk be a partition of closed interval a, b. Define the variation of f with respect to p by v of f, p equal to sigma I equal to 1 to k mod f of xi minus f of xi minus 1. ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വേരിയേഷൻ എന്നുള്ള ആശയമാണ്. അതിനുവേണ്ടി എഫ് എന്ന് പറയുന്ന റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എടുത്തിരിക്കുന്നു. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആയിട്ടുള്ള എ, ബിക്ക് മുകളിലാണ്. തുടർന്ന് നമ്മൾ എ, ബിയുടെ ഒരു പാർട്ടീഷൻ പി എടുക്കുന്നു. ഹിയർ പി ഈസ് ദ പാർട്ടീഷൻ സെറ്റ് x0, x1, x2, etc. xk. നമുക്കറിയാം, പാർട്ടീഷൻ്റെ കണ്ടീഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ നേരത്തെ റീമാൻ ഇൻ്റഗ്രലിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു പാർട്ടീഷൻ എടുത്തുകൊണ്ട് നമ്മൾ എഫ് ഓഫ് എക്സ് ഐ മൈനസ് എഫ് ഓഫ് എക്സ് ഐ മൈനസ് 1ൻ്റെ ഡിഫറൻസ്, അതിൻ്റെ മോഡുലസ് വാല്യൂകളുടെ സമ്മ് കണ്ടുപിടിക്കുന്നു. അതിനെയാണ് വേരിയേഷൻ ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു പി, അതായത് വി ഓഫ് എഫ് പി എന്നുള്ള രീതിയിൽ പറയുന്നത്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ പി എന്ന് പറയുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷനാണ് ഇത്. ഇനിയാണ് നമ്മൾ ടോട്ടൽ വേരിയേഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. ടോട്ടൽ വേരിയേഷൻ ഓഫ് എഫ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവൽ a, b by dv of f is equal to supremum set of v of f, p such that p is a partition of closed interval a, b. അതായത് നേരത്തെ പറഞ്ഞ രീതിയിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ a, bയുടെ മുകളിൽ ഏതെല്ലാം പാർട്ടീഷൻ എടുക്കാൻ പറ്റുമോ അത്തരത്തിലെല്ലാം പാർട്ടീഷൻ എടുത്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ടോട്ടൽ വേരിയേഷൻ, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വേരിയേഷൻ കണ്ടുപിടിച്ച്, അതായത് വി ഓഫ് എഫ്, പി കണ്ടുപിടിച്ച് അത്തരത്തിലുള്ള വി ഓഫ് എഫ്, പി വേരിയേഷനുകളുടെ എല്ലാം സുപ്രീമമായിട്ടാണ് നമ്മൾ ടോട്ടൽ വേരിയേഷൻ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ വേരിയേഷൻ്റെ നൊട്ടേഷൻ ടി വി ഓഫ് എഫ് എന്നാണ്, വിച്ച് ഈസ് ദ സുപ്രീമം ഓഫ് യുവർ വി ഓഫ് എഫ്, പി. നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ നമുക്ക് നോക്കാനുള്ളത്: എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എഫ് ഈസ് ഡിഫൈൻഡ് ഓൺ ദ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ a, b ഈസ് സെറ്റ് ടു ബി set of bounded variation on closed interval a, b provided tv of f less than infinity. നമ്മൾ ടി വി ഓഫ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ വേരിയേഷൻ ആയിരുന്നു. ടോട്ടൽ വേരിയേഷൻ ഫൈനൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നു ആ ഫംഗ്ഷൻ ബൗണ്ടഡ് വേരിയേഷൻ ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു ഫംഗ്ഷൻ ബൗണ്ടഡ് വേരിയേഷൻ ആണെന്ന് പറയാനായിട്ട് നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ഡെഫിനിഷൻ പ്രകാരം ടി വി ഓഫ് എഫ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കുമെന്നാണ്. അടുത്തത് ഒരു റിസൾട്ടാണ്. ഇഫ് സി ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ a, b, p is a partition of closed interval a, b and p dash is a refinement of p obtained by adding c to p, then p of f, p less than or equal to v of f, p dash. നമ്മൾ റിഫൈൻമെൻ്റ് എന്നുള്ള ആശയം നമുക്കറിയാം. നിലവിലുള്ള പാർട്ടീഷൻ്റെ കൂടെ ഒന്നോ അതിൽ കൂടുതലോ പോയിന്റുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിഫൈൻമെൻറ്റ് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ആദ്യം പി എന്ന് പറയുന്ന ക്ലോസ്ഡ് ഇൻ്റർവൽ a, bയുടെ മുകളിലുള്ള ഒരു പാർട്ടീഷൻ എടുത്ത് സി എന്ന് പറയുന്ന എയുടെയും ബിയുടെയും ഇടയിലുള്ള ഒരു പോയിന്റ് കണ്ടുപിടിച്ച് ആ പോയിന്റും കൂടിയും പി എന്ന് പറയുന്ന പാർട്ടീഷൻ്റെ കൂടെ ആഡ് ചെയ്ത് പി ഡാഷ് എന്ന് പറയുന്ന ഒരു റിഫൈൻമെൻറ്റ് പാർട്ടീഷൻ ഉണ്ടാക്കുന്നു. തീർച്ചയായും നമുക്കറിയാം, ഒരു പോയിന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്മയിൽ ഒരു ടേം കൂടുതലായി വരും. നമുക്ക് ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി പ്രകാരം മോഡ് എ പ്ലസ് ബി ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? മോഡ് എ പ്ലസ് സി അല്ലെങ്കിൽ മോഡ് എ മൈനസ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എ മൈനസ് സി പ്ലസ് മോഡ് ബി മൈനസ് സി എന്നുള്ള രീതിയിൽ പറയാൻ സാധിക്കും. അതുപോലെ ഒരു പോയിന്റ് ഇതുപോലെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് വി ഓഫ് എഫ്, പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ഓഫ് എഫ്, പി ഡാഷ് എന്ന് പറയാൻ സാധിക്കുന്നു. Thus, in the definition of total variation, the function in closed interval a, b, the supremum can be taken over partitions of closed interval a, b
that contain point C. നമുക്കിവിടെ ടോട്ടൽ വേരിയേഷൻ എടുക്കാനായിട്ട് നമ്മൾ സുപ്രീമമാണ് എടുക്കുന്നത് നമ്മുടെ വേരിയേഷൻസിൻ്റെ. Now a partition P of closed interval A, B that contains C induced by partition P1 and P2 of closed interval A, C and C, B respectively. അതായത് V of F സഫിക്സിലെ ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി, അതായത് നമ്മൾ എടുക്കുന്നത് ഓവർ ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി എന്നറിയാൻ വേണ്ടിയിട്ടാണ് എഫ് അണ്ടർ ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി എന്ന് പറയുന്നത് കോമ പി. അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ക്ലോസ് ഇൻ്റർവൽ എ കോമ ബിയുടെ മുകളിലുള്ള പി എന്ന് പറയുന്ന പാർട്ടീഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷനാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു വി ഓഫ് എഫ് അണ്ടർ ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി കോമ പി വൺ പ്ലസ് വി ഓഫ് എഫ് അണ്ടർ എഫ് ഓവർ ക്ലോസ് ഇൻ്റർവൽ സി കോമ ബി കോമ പി ടു. നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. പി വണ്ണും പി ടു ആയിട്ട് നമ്മുടെ ക്ലോസ് ഇൻ്റർവൽ എ കോമ ബിയിലത്തെ പി എന്ന് പറയുന്ന പാർട്ടീഷനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നു. ദെൻ വി ഹാവ് ടി വി ഓഫ് എഫ് ഓവർ ക്ലോസ് ഇൻ്റർവൽ എ കോമ ബി ഈസ് ഈക്വൽ ടു ടി വി ഓഫ് എഫ് ഓവർ ക്ലോസ് ഇൻ്റർവൽ എ കോമ സി പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ ക്ലോസ് ഇൻ്റർവൽ സി കോമ ബി. കാരണം നമുക്കിവിടെ സുപ്രീം എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുന്നതും അതിനാൽ തന്നെ നമുക്കിവിടെ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഓരോ പോർഷൻ്റെയും എ ടു സിയുടെയും സി ടു ബിയുടെയും ടോട്ടൽ വേരിയേഷൻ കണ്ടുപിടിച്ച് അതിൻ്റെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഓവർ എ ടു ബിയിലുള്ള ടോട്ടൽ വേരിയേഷൻ ആയിരിക്കും. ദെൻ വി ഹാവ് ടി വി ഓഫ് എഫ് over a to v minus tv of f over a to u is equal to tv of f over u, v. നമുക്ക് ഇത് നേരത്തെ തൊട്ട് മുകളിലുള്ള റിസൾട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ആശയം തന്നെയാണ്. അതിൽ നമുക്ക് രണ്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ടേം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആശയം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എ വിയിൽ നിന്ന് എ യുയിലേക്ക് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ അവിടെ മുകളിലത്തെ നിന്ന് എ ബിയിൽ നിന്ന് എ സി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി ബി കിട്ടുന്ന ഒരു അവസ്ഥ. അതുപോലെ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എ വിയിൽ നിന്ന് എ യു എന്ന് പറയുന്നതിൻ്റെ ടോട്ടൽ വേരിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു വിയിലുള്ള ടോട്ടൽ വേരിയേഷൻ കിട്ടുന്നു. ആൻഡ് വി നോ ദാറ്റ് എവറി ടോട്ടൽ വേരിയേഷൻ ഈസ് നോൺ നെഗറ്റീവ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫോർ ഓൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. If x belongs to closed interval a, b, we can define the total variation Tv of f over closed interval a, x. It is called the total variation function of f on AB. അപ്പോൾ നമ്മൾ ഇനി ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്നുള്ളൊരു ആശയമാണ് പറയുന്നത്. അതായത് എയുടെയും ബിയുടെയും ഇടയിലുള്ള ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് എ മുതൽ എക്സ് വരെയുള്ള ഒരു സബ് ഇൻ്റർവെൽ കിട്ടുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് വേരിയേഷൻ കണ്ടുപിടിക്കാം, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ വേരിയേഷൻ കണ്ടുപിടിക്കാം. അങ്ങനെ ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സബ് ഇൻ്റർവെൽ ഫോം ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ടോട്ടൽ വേരിയേഷനെയാണ് നമ്മളിവിടെ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ടി വി ഓഫ് എഫ് ഓവർ ക്ലോസ് ഇൻ്റർവെൽ എ കോമ എക്സ്. ദ ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഈസ് ഇൻക്രീസിങ് ബൈ ദ സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1. കാരണം സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 1ൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യു ലെസ് ദാൻ വി ആണെങ്കിൽ എന്താണ് tv of f over a to v minus tv of f over a to u is greater than or equal to 0. അതിനകത്ത് നിന്ന് എന്താ കിട്ടുക? tv of f over close interval a comma v is greater than or equal to tv of f over close interval a comma u എന്ന് നമുക്ക് കിട്ടുന്നു. അതായത് ചെറുത് വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ടോട്ടൽ വേരിയേഷനും ചെറുത് തന്നെയാവുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ആശയം നിൽക്കുന്നു ഇവിടെ. So by the statement number 1 we have our total variation function is increasing function. അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. when you are u less than v we get tv of f over a comma u is less than or equal to tv of f over a to v. Then we have f of u minus f of v, that is less than or equal to modulus of f of u minus f of v, which is less than or equal to variation of f of u comma v comma p, which is less than or equal to v of f
ഓവർ യു കോമ വി കോമ പി. അതായത് നമുക്കിവിടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ചുമ്മാ നമുക്കൊരു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എന്നുള്ള ആശയമാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്ന ടോട്ടൽ വേരിയേഷൻസ്. ടോട്ടൽ വേരിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ആണ്. നമുക്ക് ഓരോ അഡീഷണൽ പോയിന്റിലും അവിടെ സമ്മേഷൻ കയറുമ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കിട്ടുമെന്ന് നമ്മൾ നേരത്തെ റിഫൈൻമെൻറ്റിൻ്റെ ഇനീക്വാലിറ്റി ഉണ്ടാക്കിയപ്പോൾ കണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്നത് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വി ഓഫ് എഫ് ഓവർ യു കോമ വി കോമ പി ആൻഡ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടോട്ടൽ വേരിയേഷൻ ടി വി ഓഫ് എഫ് ഓവർ യു കോമ വി. കാരണം ടോട്ടൽ വേരിയേഷൻ്റെ സുപ്രീമമാണ്. ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു ടി വി ഓഫ് എഫ് ഓവർ എ ടു വി മൈനസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു യു. നേരത്തെ നമ്മൾ കണ്ടതാണ്, അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ സാധിക്കും. വിച്ച് ഇംപ്ലൈസ് വി ഗെറ്റ് എഫ് ഓഫ് വി പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് യു പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു യു. അതിനെ നമ്മൾ ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നേരത്തെ എഫ് ഓഫ് യു മൈനസ് എഫ് ഓഫ് വിയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, അതിനൊന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇനീക്വാലിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. വേർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യു ലെസ് ദാൻ വി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ്. ഇപ്പം നമുക്ക് കിട്ടിയത് യു ലെസ് ദാൻ വിയിൽ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് ബി പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു വി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് യു പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു യു എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എന്താണ്? ഇൻക്രീസിംഗ് ആണ്. നേരത്തെ കിട്ടി ടോട്ടൽ വേരിയേഷൻ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്. ഇപ്പോൾ കിട്ടിയത് എഫ് ഓഫ് വി പ്ലസ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും എന്താണ്? ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. ലെമ്മ നമ്പർ 5. ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ബി ഓഫ് ബൗണ്ടഡ് വേരിയേഷൻ ഓൺ ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ എ കോമ ബി. Then f has the following explicit expression as the difference of two increasing functions on closed interval a comma b. നമ്മളിവിടെ പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ബൗണ്ടഡ് ഇൻ്റർവൽ ആയിട്ടുള്ള എ കോമ ബിക്ക് മുകളിലാണ്. ഇനി എഫിന് നമുക്ക് രണ്ട് ഇൻക്രീസിങ് ഫംഗ്ഷനുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റുമെന്നാണ് നമ്മൾ ഇവിടെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു f of x plus tv of f over a to x minus tv of f over a to x for all x belongs to closed interval a comma b. നമുക്കറിയാം ഇവിടെ ഒരു ടേം, അതായത് പ്ലസ് മൈനസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ടോട്ടൽ വേരിയേഷൻ്റെ ടൈം, അതായത് ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സ് എന്ന് പറയുന്ന ടേം പ്ലസ് മൈനസ് ആണ്. അത് ബാലൻസ് ചെയ്ത് പോയി ബാക്കി ഉണ്ടാക്കുക എഫ് ഓഫ് എക്സ് തന്നെയാണ്. സോ വി ക്യാൻ റൈറ്റ് അവർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ രണ്ട് അഡീഷണൽ ടേമുകൾ കയറ്റിയിരിക്കുന്നു. അതായത് പ്ലസ് ടി വി ഓഫ് എഫ് ഓഫ് പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സും മൈനസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സും. ഇനി അതിനൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എഫ് ഓഫ് എക്സിൻ്റെ കൂടെ ഈ ടേം ടോട്ടൽ വേരിയേഷൻ്റെ പ്ലസ് ടേം ആഡ് ചെയ്യുന്നു. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സ് മൈനസ് നമുക്ക് എന്ത് എഴുതുന്നു? അടുത്തത് ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സ് എന്ന് എഴുതുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ആദ്യത്തെ ടേം എഫ് ഓഫ് എക്സ് പ്ലസ് ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സ് എന്ന് പറയുന്ന ടേം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, അതൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്. അതുപോലെ തന്നെ ടി വി ഓഫ് എഫ് ഓവർ എ ടു എക്സ് എന്ന് പറയുന്നതും ഒരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ഫംഗ്ഷനുകളുടെ എന്തായിട്ടാണ് എഴുതുന്നത്? ഡിഫറൻസ് ആയിട്ടാണ് എഴുതുന്നത്. രണ്ടും എന്താണ്? ഇൻക്രീസിങ് ഫംഗ്ഷൻസ് ആണ്. നമുക്ക് ഈ ലെമ്മയിൽ പറയുന്നത് തന്നെയാണ്. എഫ് എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് വേരിയേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എഫിനെ രണ്ട് ഇൻക്രീസിങ് ഫംഗ്ഷനുകളുടെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതിനുള്ള പ്രൂഫ് എന്ന് പറയുന്നത് തൊട്ട് മുൻപ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ടാണ്. ആ റിസൾട്ട് തന്നെയാണ് ഇവിടെ പ്രൂഫായിട്ട് നമുക്ക് കൊടുക്കേണ്ടത്. താങ്ക് യു.